ഈ മനുഷ്യൻ ഒരു ശതകോടീശ്വരനാണ്. പക്ഷേ ടേക്കൌട്ട് ഓർഡർ ചെയ്യുമ്പോൾ അദ്ദേഹം ഒരിക്കലും ഡെലിവറി ഡ്രൈവർക്ക് ടിപ്പ് നൽകില്ല. കൂടാതെ 5 സ്റ്റാർ റേറ്റിംഗ് നൽകാൻ അദ്ദേഹം വിസമ്മതിക്കുന്നു. കാലക്രമേണ ഡെലിവറി ഡ്രൈവർ തന്റെ ഭക്ഷണം വാതിൽക്കൽ ഉപേക്ഷിക്കാൻ തുടങ്ങി. ശതകോടീശ്വരനെ കുനിഞ്ഞ് അത് എടുക്കാൻ നിർബന്ധിച്ചു. കാരണം അവന്റെ കണങ്കാലിൽ ഒരു ട്രാക്കർ ഘടിപ്പിച്ചിരിക്കുന്നു. അവന് വില്ലയ്ക്ക് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയില്ല. അടുത്തിടെ അദ്ദേഹത്തിന്റെ കമ്പനി ഇൻസൈഡർ ട്രേഡിംഗിന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. അദ്ദേഹത്തെ 14 മാസത്തെ വീട്ടുതടങ്കലിന് ശിക്ഷിച്ചു. എന്നാൽ ഭാഗ്യവശാൽ വില്ല പൂർണ്ണമായും സജ്ജീകരിച്ചിരിക്കുന്നു. അതിനാൽ അദ്ദേഹത്തിന്റെ ദൈനംദിന ജീവിതം വിരസമല്ല. ഒഴിവുസമയങ്ങളിൽ അദ്ദേഹം ഇൻഡോർ ഗോൾഫ് കളിക്കുകയും 3D റേസിംഗ് ഗെയിമുകൾ ആസ്വദിക്കുകയും ചെയ്യുന്നു. വളരെ സുഖപ്രദമായ ജീവിതം നയിക്കുന്നു. തുടർന്ന് ടിവിയിലെ വാർത്ത ഒരു വലിയ മഞ്ഞുവീഴ്ച റിപ്പോർട്ട് ചെയ്തു. പർവ്വത റോഡുകളിൽ ഭൂരിഭാഗവും ഇതിനകം അടച്ചിരുന്നു. അവൻ വിശ്രമിക്കുമ്പോൾ തന്റെ കണങ്കാൽ ട്രാക്കറിലെ വെളിച്ചം പെട്ടെന്നണയുന്നത് അദ്ദേഹം ശ്രദ്ധിച്ചു. യാദൃശ്ചികമായി ആ നിമിഷം പോലീസ് അദ്ദേഹത്തെ വിളിച്ചു. കൊടുങ്കാറ്റ് അവരുടെ നിരീക്ഷണ സംവിധാനത്തെ നശിപ്പിച്ചുവെന്നും നാളെ രാവിലെ 7 മണി വരെ അദ്ദേഹത്തിന്റെ ട്രാക്കർ വീണ്ടും പ്രവർത്തിക്കില്ലെന്നും പറഞ്ഞു. വില്ലയിൽ നിന്ന് പുറത്തുപോകരുതെന്ന് അവർ അവനോട് ആജ്ഞാപിച്ചു. രാവിലെ അവനെ പരിശോധിക്കാമെന്ന് പറഞ്ഞു. ശതകോടീശ്വരൻ യാദൃച്ഛികമായി സമ്മതിച്ചു. പക്ഷേ ആഴത്തിൽ അദ്ദേഹം ആവേശഭരിതനായിരുന്നു. അവൻ തന്റെ ലംബോർഗിനിയിൽ ചാടിക്കയറി വളഞ്ഞ പർവ്വതനിരകളിലൂടെ വേഗത്തിൽ നടന്നു. വിജയം തോന്നി. അവൻ രക്ഷപ്പെടുന്നതിൽ ആഹ്ലാദിക്കുന്നതിനിടയിൽ പെട്ടെന്ന് ഒരു കടുവ അവന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ഭാഗ്യവശാൽ അത് ഒഴിവാക്കാൻ അദ്ദേഹം കൃത്യസമയത്ത് വഴിതെറ്റി. ആശ്വാസത്തോടെ നെടുവീർപ്പിട്ടപ്പോൾ അയാൾ തിരിഞ്ഞുനോക്കി. തന്റെ മുന്നിൽ നിൽക്കുന്ന ഒരു രൂപം മാത്രമാണ് കണ്ടത്.